ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അസ്സലാമു അലൈക്കും ഓൾ. ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമുക്ക് അത്യാവശ്യം നമ്മുടെ ലേഡീസ് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പം ഞാൻ അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോസൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആഡിൻ്റെ ഇടയിൽ കണ്ടൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്കത് ഭയങ്കരധികം യൂസ്ഫുൾ ആയിട്ട് തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന ഒരു മെയിൻ പ്രശ്നമാണ്, പ്രത്യേകിച്ച് നമ്മുടെ ലേഡീസിനറിയാം, നമ്മുടെ സ്കിന്നിൽ വരുന്ന ബ്ലാക്ക് ഹെഡ്സുകൾ, പിമ്പിൾസ്, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. നമ്മൾ സ്ക്യൂസ് ചെയ്തും സ്റ്റീം ചെയ്തും നമ്മളതിൻ്റെ സ്റ്റിക്കൊക്കെ വെച്ച് നമ്മൾ എന്താ പറയുക, നന്നായിട്ട് നമ്മൾ കുത്തി പ്രഷറൊക്കെ ചെയ്തിട്ടാണ് നമ്മളതൊക്കെ കളയാറ് അല്ലേ. അപ്പോൾ ഇന്ന് അതിനൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഒട്ടുമിക്ക ആളുകൾക്കും ചിലപ്പോൾ അറിയായിരിക്കും, ചിലവർക്ക് അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെർമ സെക്ഷൻ പോർ ക്ലീനർ ഡിവൈസസ് ആണ്. എന്ന് വെച്ചാൽ ആ പേരിൽ തന്നെയുണ്ട്, നമ്മുടെ സ്കിന്നിൽ ഒരുപാട് സുഷിരങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ആ സുഷിരത്തിലൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന അഴുക്കാണ്, അല്ലെങ്കിൽ ഡേർട്സും അതുപോലെ ഓയിൽ കണ്ടൻ്റ് ഒക്കെയാണ് നമ്മുടെ പിമ്പിൾസ് ആയിട്ടും അതേപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടും വരുന്നത്. അപ്പം അത് നമ്മൾ വളരെ പ്രോപ്പറായിട്ട് നമ്മളെപ്പോഴും അതൊന്ന് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഒരു റിസൾട്ട് കിട്ടും. നമുക്ക് പ്രത്യേകിച്ച് ചില ആളുകളുടെ ഈ മൂക്കിൻ്റെ രണ്ട് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സ് ഒരു വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലൊക്കെ ഇങ്ങനെ പൊന്തിയിരിക്കുന്നത് കാണാം. അതേപോലെ നമ്മുടെ ഈ താടിയുടെ അടിഭാഗത്തായിട്ടും അതുപോലെ നമ്മുടെ ഈ കവിളിൻ്റെ സൈഡിൽ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ ഓയിലി സ്കിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട, അവർക്ക് ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ 499 രൂപയ്ക്കാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. പക്ഷേ എനിക്ക് കുറച്ച് നഷ്ടമായി പോയി. കാരണം ഇപ്പം ഞാൻ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെറുതെ അതിൻ്റെ ലിങ്കിൽ കയറി നോക്കുമ്പോൾ 300, പല സൈറ്റിലും പല റേറ്റ്സ് ആണ് കാണുന്നത്. 389, 289, അങ്ങനെ പല റേറ്റിലും കാണാം. അതിൽ എത്രത്തോളം ക്വാളിറ്റി വേരിയേഷൻ ഉണ്ട് നമുക്കറിയില്ല. എനിവേ എന്തായാലും ഞാൻ 499 രൂപയ്ക്കാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. പക്ഷെ വർത്ത് ഇറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ യൂസസ് എന്താ, ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇതിനകത്ത് 4 തരത്തിലുള്ള സക്ഷൻസ് ആണുള്ളത്. അതായത് നമ്മുടെ സ്കിന്നിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് 4 ടൈപ്പ് ഓഫ് സക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും 4 സെക്ഷൻസ്. ഈ 4 സെക്ഷൻ എന്ന് പറഞ്ഞാൽ 4 ടൈപ്പ് പേർപ്പസിന് വേണ്ടിയുള്ളതാണ്. അതിനകത്ത് ചെറിയ പിമ്പിൾസ്, അതുപോലെ ചെറിയ എന്താ പറയുക, കുരുക്കളിൽ ഉണ്ടാവുന്ന നമുക്ക് ബ്ലാക്ക് ഹെഡ്സും ഓയിൽ കണ്ടന്റ് ഡേർട്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഈ ചെറിയ സെക്ഷൻ യൂസ് ചെയ്യാം. പിന്നെ കുറച്ചും കൂടെ മൗത്ത് കുറച്ച് വലുതായിട്ടുള്ള സെക്ഷൻ ഉണ്ട്. അതാകുമ്പോൾ വലിയ പിമ്പിൾസിലെ ഡേർട്സും ഓയിൽ കണ്ടൻ്റ് ഒക്കെ നമുക്ക് എന്താ പറയുക, സക്ക് ചെയ്ത് കളയാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്തൊരു സോണിക് ഹെഡ് ആണ് വരുന്നത്. ഈ സോണിക് ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓയിൽ കണ്ടൻ്റ് ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ സോണിക് ഹെഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു സംഭവമുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡിലും അതേപോലെ തന്നെ നമ്മുടെ താടിയുടെ ഈ ലിപ്പിൻ്റെ താഴെയുള്ള പോർഷനൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് എങ്ങനെ ഇരിക്കണമെന്നൊന്ന് കാണണ്ടേ. നമുക്ക് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത് ക്യാരി ചെയ്യാനുള്ളൊരു എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതാണ് നമ്മളുടെ ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നല്ല സുഖമാണ് ഇത് ക്യാരി ചെയ്യാനായിട്ട് അല്ലേ. നമുക്കിങ്ങനെ പിടിച്ചത് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണെങ്കിലും ഭയങ്കരമായിട്ട് നമുക്ക് എന്താ പറയുക, ഈസിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാൻ കോഡ്ലെസ് ആണ്. അതാണ് ഇതിൻ്റെ മെയിൻ. നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, കുത്തിയിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 ബാറ്ററി നമുക്ക് ഉണ്ടെങ്കിൽ, സാധാ 2 ബാറ്ററി ഉണ്ടെങ്കിൽ നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്കിതിൻ്റെ ഫ്രണ്ട് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, ഒരു ഓൺ ഓഫ് സ്വിച്ച് നമുക്ക് കാണാം. അതിനകത്ത് 2 ലെവലിലാണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത്. 1, 2 എന്നുള്ള സെക്ഷനാണ്. അപ്പോൾ നമ്മളിതിൽ അപ്പിലേക്ക് നമ്മളിതിനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബീപ്പ് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അല്ലേ, ഒരു വൈബ്രേഷൻ സൗണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് വരും. പിന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. 1-ലിട്ട് വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം, അതുപോലെ 2-ലിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പവർ അനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യാം. ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം. അതിന് മുന്നേ ഒരു കാര്യം പറയാം, ഇത് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ സുഖമാണ്. കാരണം ഇത് റിമൂവബിൾ ആണ്, മനസ്സിലായി. നമുക്കിത് ഫിക്സ് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനാണെങ്കിലും ഭയങ്കരമായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിന് എന്ത് ചെയ്യാം, ക്ലീൻ ചെയ്ത് കീപ്പ് ചെയ്യാനും നമുക്ക് ഭയങ്കരധികം യൂസ്ഫുൾ ആണ്. അതുപോലെ ഇത് ഫിറ്റ് ചെയ്യാനും ജസ്റ്റ് നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴത്തേനും ഇത് നമുക്ക് ഫിക്സ് ആയിട്ട് കിട്ടും.
ഇനി നമ്മളിത് യൂസ് ചെയ്യാൻ പോണതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ മുഖത്തുള്ള സ്കിന്നിൽ വരുന്ന പിമ്പിൾസൊക്കെ നമ്മൾ നന്നായിട്ട് കൈവിരൽ വെച്ച് നമ്മൾ സ്ക്യൂസ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ സ്റ്റിക്ക് വെച്ച് നമ്മൾ അമർത്തി നമ്മൾ ആ കുരു നമ്മൾ പൊട്ടിച്ച് കളയും അല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നമ്മുടെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എന്താ പറയുക, ഒന്നെങ്കിൽ ഭയങ്കരമായിട്ട് ഓയിൽ കണ്ടൻ്റ് ഉള്ള സ്കിന്ന് ആയിരിക്കണം ആ സമയത്ത്, അല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ സ്കിന്ന് നന്നായിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടുണ്ടാവണം. സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പോസൊക്കെ ഓപ്പൺ ആവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ഡേർട്സൊക്കെ നമുക്ക് വലിച്ചെടുക്കാനായിട്ട് സുഖമാണ്. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോയി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തിരി പെയിൻഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല നന്നായിട്ട് മാർക്സ് വരും, അതായത് റെഡ് കളർ മാർക്സ് വരും. പക്ഷെ ഇതൊരു 5 മിനിറ്റിനുള്ളിൽ പോകും. പക്ഷേ എങ്കിൽ പോലും നന്നായിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് പെയിൻ എടുക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മുടെ പോസൊക്കെ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റീം ചെയ്യാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കൊന്ന് സ്റ്റീം ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ മുഖം ഒന്ന് സ്റ്റീം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ ഞാൻ സ്റ്റീം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ സ്മോൾ സെക്ഷൻ ഹെഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സ്മോൾ സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഓണാക്കാം. നമുക്ക് 2-ലായിട്ടിട്ടും 1-ലിട്ടിട്ടും നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാം കേട്ടോ. 2-ലാകുമ്പോൾ കുറച്ചും കൂടെ പവർ കൂടുതലായിരിക്കും, പെട്ടെന്ന് നമുക്ക് സക്കിറ്റ് ചെയ്യാൻ പറ്റും. 1-ലാണെങ്കിൽ അത്യാവശ്യം പവർ കുറവായിരിക്കും. നമുക്ക് എവിടെയാണോ ഏറ്റവും കൂടുതലുള്ളത്, നമുക്കറിയാലോ ഈ മൂക്കിൻ്റെ സൈഡിൽ, പിന്നെ നമുക്ക് ഈ താടി കവിളിലൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ നമ്മളിത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ നമുക്ക് മൂക്കിൻ്റെ എവിടെയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേനും നമുക്കറിയാൻ പറ്റും ആ സ്കിന്നിൻ്റെ അവിടെ അത് ഒരു പ്രഷർ വരുന്നത് നമുക്കറിയാൻ പറ്റും. നമ്മൾ പതുക്കെ അവിടെ നിന്ന് മൂവ് ചെയ്യിപ്പിക്കുക. എവിടെയാണോ ഉള്ളത് അവിടെ നമ്മൾ കൂടുതലായിട്ടും അത് അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുക്കുക. നമുക്ക് എല്ലാ ഭാഗത്തും കണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് നമുക്ക് അഴുക്കുണ്ടെങ്കിൽ ഇവിടെ അത് അതായത് നമ്മുടെ പോസിൽ നിന്ന് വരുന്ന ഓയിൽ കണ്ടൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ആവശ്യമില്ലാത്ത വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്ത് വന്ന് കിടക്കും. നമുക്ക് നല്ല രീതിയിൽ കണ്ടോ, നമ്മുടെ സ്കിന്നിലൊരു പ്രഷറാണ് വരുന്നത് കണ്ടോ. ആ പ്രഷറിലാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സക്ക് ചെയ്യാനായിട്ട് പറ്റുക. എല്ലാ ഭാഗത്തും നമുക്കിത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്ക് എവിടേക്കാണോ കൂടുതലായിട്ടും ഇത് കണ്ടന്റ് ഉള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഈ സ്മോൾ കണ്ടന്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്, സ്മോൾ ആയിട്ടുള്ള സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അതിനകത്തുനിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കണ്ടു, ഇതിനകത്ത് നോക്കി എൻ്റെ മുഖത്തുള്ള, ഇപ്പം ഞാൻ ഓൾറെഡി പുറത്ത് പോയി വന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം ഞാനൊന്നും ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ക്രീം മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ക്രീമും നമ്മുടെ സ്കിന്നിൽ കാറ്റിലൊക്കെ വന്നേക്കുന്ന ഡേർട്സൊക്കെ കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നേക്കുന്നതാണ്. ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ അതിൻ്റെ അകത്ത് അഴുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഉണ്ടോ, നമുക്ക് സൂം ചെയ്ത് അടുത്ത് വെച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കണ്ടോ, ഇങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇപ്പോൾ കണ്ടോ റിമൂവബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആ സൈഡിലായിട്ട് അതിൻ്റെ സ്കിന്നിൽ നിന്നുള്ള ഡേർട്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഒരു ഓവൽ ഷേപ്പിൽ നമുക്കൊരു സെക്ഷൻ ഹെഡ് ഉണ്ട്. ആ ഹെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസബിളാണ്. ഉണ്ടോ, നല്ല സുഖമാണ് കേട്ടോ നമുക്ക് യൂസ് ചെയ്യാനായിട്ട്.
ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് സ്റ്റീം ചെയ്തിട്ടുണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പെയിൻഫുൾ ആയിട്ട് തോന്നും. അങ്ങനെ ഡ്രൈഡ് സ്കിന്നിലിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ നമുക്കറിയാമല്ലോ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ സ്റ്റീംഡ് ആവുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഈ പറയുന്ന പോലെ നമ്മൾ സ്ക്യൂസ് ചെയ്യേണ്ട, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഹെഡ് സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ ഒരുപാട് പെയിൻ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഗുണം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സക്ഷൻ ഡെർമ സക്ഷൻ പോർ ക്ലീനർ ഡിവൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഏത് ഓൺലൈൻ വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്താലും ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അതിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് ഞാൻ ടോട്ടലി പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സെക്ഷൻ ഹെഡുകളാണ് വരുന്നത്. ഒരെണ്ണം ഇതിനകത്ത് ഉണ്ടാവും, ബാക്കി 3 എണ്ണം സെപ്പറേറ്റ്ലി നമുക്ക് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്തായാലും എല്ലാവരും ഇത് വാങ്ങി നോക്കി ഉപയോഗിക്കണം. നല്ല റിസൾട്ടാണ്. നമ്മൾ ആഴ്ചയിൽ 2 ദിവസമൊക്കെ നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് എന്താവും, ഓപ്പൺ ആവും. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ അത്യാവശ്യം നമ്മളൊരു പ്രഷർ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ നമുക്ക് ചെറിയൊരു എന്തെങ്കിലും പുകച്ചിൽ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐസിൻ്റെ ക്യൂബ് എടുത്ത് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു റിലാക്സേഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എല്ലാവർക്കും അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും വളരെയധികം ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഒരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്